സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല എന്നും ചർച്ചാ വിഷയമാണ്. പല കാര്യങ്ങളെക്കൊണ്ടും ശബരിമല ഹൈന്ദവ ജനതയുടെ ഇടയിലും കേരളക്കരയിലും ചർച്ചാ വിഷയമാകാറുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു ഒന്നാണ് വാവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയോ ഒരു സമൂഹത്തിൽ, നമ്മുടെ മലയാളി സമൂഹത്തിൽ ഈ മറ്റുള്ളവരെ കുറിച്ച് കേമത്തം പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിമിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും മറ്റു മതത്തെക്കുറിച്ചെല്ലാം നല്ല രീതിയിൽ പറയുക, അതേക്കുറിച്ച് നന്നായിട്ട് പറയുക, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവനൊരു മതേതരവാദി ആവുകയുള്ളൂ എന്നൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാവരുടെ കഥ, പള്ളിയിൽ പോവുക, അതുപോലെ തന്നെ വാവരുടെ നടയിൽ തൊഴുക, അത് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വാവരാണ് എന്നും വാവർ കഴിഞ്ഞിട്ടേ മറ്റൊരു കൂട്ടുകാരനുള്ളൂ എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങളെ മതേതരനായിട്ട് കണക്കാക്കൂ. അതല്ല എങ്കിൽ നിങ്ങൾ വർഗീയവാദിയായി പോകും. ഇവിടെ സത്യം എന്താണ് എന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അതിനൊരു മറുപടി പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ദൃഷ്ടിയിൽ ചരിത്രം ആര് പറയുന്നത് ശരിയെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. അതിന് കാരണം ഇന്നലകളിൽ നടന്ന ഒരു സംഭവം, നിങ്ങൾ ആ നടന്ന സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു 10 ആളോട് ആ സംഭവത്തെക്കുറിച്ച് ചോദിക്കുക, 10 അഭിപ്രായമാവും. അപ്പോൾ ഏതോ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിങ്ങൾ ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കും? എങ്കിലും യുക്തിക്ക് നിരക്കുന്നത്, യുക്തിഭദ്രമായിട്ടുള്ളതിന് ജനപിന്തുണയുണ്ടാവും. വിശ്വസിക്കുന്നത് ഏത് വിശ്വസിക്കണം, അത് വിശ്വസിക്കുന്നവൻ്റെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് അത് വാവര് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഇപ്പം അയ്യപ്പൻ്റെ ചരിത്രം എത്രയോ അകലെയാണ്. ഇവിടെ മുസ്ലിങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് നടന്നതാണോ, അല്ല മുസ്ലിങ്ങളെല്ലാം കേരളത്തിൽ വന്നതിൻ്റെ ചരിത്രരേഖകൾ ഇഷ്ടം പോലെയുണ്ട്. അതിന് ശേഷമാണോ ഈ അയ്യപ്പനുണ്ടായത്? അപ്പോൾ പരശുരാമ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശബരിമല പരശുരാമ പ്രതിഷ്ഠ എന്നാണ് പറയാറ്. അപ്പം അതിനു മുമ്പ് ശബരിമല അവിടെ പരശുരാമൻ്റെ അമ്പലം ഉണ്ടായി, പരശുരാമൻ പ്രതിഷ്ഠിച്ച ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉണ്ടായിരുന്നുവോ? ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ദേവൻ, പിന്നെ രാജകുമാരൻ ഏത് അമ്പ് ഈ അമ്പലത്തിലാണോ പോയി വീണത്? ഇങ്ങനെ പലതിനും ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതെന്തുമാകട്ടെ, അത് വാപുരൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണോ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അല്ല വാവരാണോ? അതെന്തായാലും ചരിത്രത്തിന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാൻ കൊണ്ടു നടക്കുന്ന പോളിസി എന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടം എങ്ങനെയാണോ, അതിൽ എനിക്ക് എപ്രകാരമാണോ ഗുണം ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നേ വരെ എരുമേലി വഴി എത്രയോ പോയിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ആ പള്ളി കയറിയിട്ടില്ല. ഞാൻ ഇന്നേ വരെ അതിൽ 5 പൈസ ഞാൻ അവിടെ ഇട്ടിട്ടുമില്ല. ഈ ഒരു കൊല്ലക്കാലം ശബരിമലയിൽ നിൽക്കുന്ന സമയത്തും ഞാൻ വാവരുടെ നടയിൽ പോയി തൊഴുതിട്ടില്ല. എന്നോട് ആരും തൊഴണം എന്നിട്ട് പറഞ്ഞു തന്നിട്ടുമില്ല. അവിടെ തൊഴണം, അവിടെ തൊഴുതാലേ നീ ശബരിമലയിൽ പൂജ കഴിക്കാവൂ എന്ന് ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ തൊഴുതിട്ടുമില്ല. എത്രയോ തവണ അവിടെയൊക്കെ ഞങ്ങൾ ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാറുമുണ്ട്. അതുകൊണ്ട് വാവര് മുസ്ലിമാണെന്നും അയാളെ തൊഴുതിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യപ്പൻ്റെ കോപം ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നതും വിഡ്ഢിയെന്ന് എനിക്ക് പറയാനോ. അല്ലാതെ കണ്ട് എനിക്ക് അതിലപ്പുറം ഒന്നും പറയാനില്ല. ഞാൻ ആ നടയിൽ പോയിട്ടുമില്ല, പോവില്ല. ഇനി അയ്യപ്പൻ അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനെനിക്ക് വിരോധവുമില്ല. പിന്നെ ഇതെല്ലാം കേട്ടിട്ട് ജയരാം നമ്പൂരി മുസ്ലിം വിരോധിയാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതും പമ്പര വിഡ്ഢിത്താണ്. കാരണം ഞാൻ ഇന്നലെ ദുബായിൽ നിന്നാണ് വരുന്നത്. ദുബായിൽ വെച്ചിട്ട് ഞാൻ നടത്തിയ പൂജയിൽ 2 മുസ്ലിങ്ങളെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ പൂജ ചെയ്തിട്ടുള്ളത്. ശബരിമലയിൽ വരുന്നതിന് മുന്നേ എൻ്റെ ഇല്ലത്തെ പൂജാമുറിയിൽ ഞാൻ നിസ്കരിക്കാൻ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എത്രയോ മുസ്ലിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വീടിന് കുറ്റിയിടാൻ വേണ്ടിയിട്ടും എത്രയോ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ അടുക്ക് മുസ്ലിങ്ങൾ വരുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടത് ഞാൻ എന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കാറുമുണ്ട്. അവരത് സ്വീകരിക്കാറുമുണ്ട്. അതുകൊണ്ട് മുസ്ലിം വിരോധിയൊന്നുമല്ല ഞാൻ. എനിക്ക് ഇന്നേ വരെ ഒരു തരത്തിലുള്ള അപകടവും പറ്റിയിട്ടില്ല. ശബരിമലയിൽ വേറൊരു ബുദ്ധിമുട്ടും പറ്റിയിട്ടില്ല. വിശ്വസിക്കുന്നതും വിശ്വസിച്ചോളൂ. സ്വയം പറ്റിക്കപ്പെടാതെ കണ്ടിരിക്കാൻ, അത് വ്യക്തിഗതമായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ, തയ്യാറായാൽ അന്ന് ഹിന്ദു രക്ഷപ്പെടും. അത്രയേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ.